മമ്മിയുടെ ഒരു ബർത്ത്ഡേ പോലും മമ്മി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണെങ്കിൽ മമ്മീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി സെലിബ്രേഷനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതാട്ടോ ബാക്കിലെ ഈ ഒരു കുട്ടി ഡെക്കറേഷനും കാര്യമൊക്കെ. പിന്നെ ഇപ്പം സമയം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. എല്ലാവരും പോയി കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. പിന്നെ കാര്യമായിട്ടൊന്നും സത്യം പറഞ്ഞാൽ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കൂടുതൽ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായത്. കാരണം ഭയങ്കര ബിസി ആയിരുന്നു. ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ഡെക്കറേഷൻ പോലും ചെയ്തിട്ടുണ്ടായത്. ഡാഡീൻ്റെ ബർത്ത്ഡേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ടും എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷനൊക്കെ കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മീൻ്റെ ബർത്ത്ഡേ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കരമായിട്ട് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഫുഡിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഈവനിങ്ങേ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ. അതുകൊണ്ട് പ്രോൺസ് ആദ്യം തന്നെ പൊരിച്ചെടുക്കാമെന്ന് കരുതി. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടേതായ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്രാവശ്യം പ്രോൺസ് ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കാറുണ്ടെങ്കിലും ഇന്ന് നമ്മൾ നമ്മളേതായ ഒരു രീതിക്കാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ടും ഞാൻ കൂടുതൽ ആയിട്ട് അങ്ങോട്ടേക്ക് കുക്കിംഗ് വീഡിയോസൊന്നും ആഡ് ചെയ്തിട്ടുമില്ല. പക്ഷേ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, സൂപ്പർബായിരുന്നു. അപ്പോൾ ബിരിയാണി ആ സൈഡിൽ നിന്ന് ആവട്ടെ, ഞങ്ങൾക്ക് ഒരു ഷേക്ക് അടിച്ച് കുടിക്കാമെന്ന് കരുതി ഞാനിതാ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. സംഭവം ഫ്രൂട്ട്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്, അപ്പോൾ അതെടുത്ത് അടിക്കാമെന്ന് കരുതി. പിന്നെ എനിക്കും എൻ്റെ അനിയനൊക്കെ ഞങ്ങൾ ഈ അഡിക്ഷൻ എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ് കേട്ടോ ഈ ഒരു ഷേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ജീവനാണ്. അടിപൊളി ഷേക്ക് കുടിച്ച് വരുമ്പോഴേക്ക് അമ്മ മസാല ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ തലശ്ശേരിക്കാർക്ക് ദമ്മിടാണ്ട് എന്ത് ബിരിയാണിയല്ലേ. നമ്മളിനി മസാലയെല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ മല്ലിച്ചപ്പ്, ഗരം മസാല, ലെമൺ ജ്യൂസ് ഇതൊക്കെ ഇട്ട് കൊടുക്കും. നമ്മൾ ഈ തലശ്ശേരിക്കാർക്ക് ദമ്മിട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ എപ്പോഴൊക്കെ ബിരിയാണി ഉണ്ടാക്കുകയാണോ അപ്പോഴൊക്കെ ദമ്മ് ഇടാറുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു സാറ്റിസ്ഫിക്കേഷനാണല്ലേ. എനിക്കാണെങ്കിൽ ഇത് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായപ്പോഴേക്ക് ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ ഇപ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാഡീൻ്റെ ബർത്ത്ഡേക്ക് എല്ലാം ഇച്ചിരി ഫാസ്റ്റായിട്ട് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മീൻ്റെ ബർത്ത്ഡേ ഇച്ചിരി സ്ലോ ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മമ്മി ഇതാ സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മമ്മി. ഈ ഒരു കേക്കിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പൈനാപ്പിൾ ഫ്ലേവറാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഡി കേക്ക്സ് എന്നാണ്. മമ്മീൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മമ്മീൻ്റെ ബർത്ത്ഡേ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റേതായ കുറച്ച് ഇമോഷനൊക്കെ മമ്മിക്ക് വന്നിട്ടുണ്ടായി. മമ്മീനെ പോലെ എത്രയോ പേരുണ്ടാവും ഇതുപോലെ ബർത്ത്ഡേസ് ഒന്നും ഇതുവരെ സെലിബ്രേറ്റ് ചെയ്യാത്ത ആൾക്കാർ. സെൻറ്റി അടിച്ച് വരുമ്പോഴേക്ക് അവരുടെ ഒരു കോമഡി സംഭവം. ചെറിയ പൈസ വായിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്ക് പറ്റൂല, എനിക്ക് വലിയ പൈസ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ തഗ് ഡയലോഗായിരുന്നു. അപ്പം നമുക്ക് വിഷയത്തിലോട്ടേക്ക് വരാം. സംഭവം വേറെ ഒന്നല്ല, മമ്മിനെ പോലെ ഇതുപോലെ ബർത്ത്ഡേസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ടാവും. ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മളതങ്ങ് നടത്തിയേക്കണം. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്നലെ. ഈ ഒരു ചെറിയ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഇതിൻ്റെ പാർട്ടാവാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയും പ്രൗഡും തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മീന് ഈ ഒരു ഡേ മറക്കൂല. കാരണം മമ്മീൻ്റെ ലൈഫിൽ മമ്മി ഫസ്റ്റ് ടൈമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനും ഒക്കെ. നമ്മളെ ബർത്ത്ഡേസിലൊക്കെ മമ്മി ഞങ്ങളുടെ കൈയൊക്കെ പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മീൻ്റെ ബർത്ത്ഡേ ഇതുപോലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു മമ്മി ഒരിക്കൽ പോലും വിചാരിച്ചിട്ടും ഉണ്ടാവില്ല, സെലിബ്രേറ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ മമ്മിയുടെ മൈൻഡിൽ എന്നും ഈ ഒരു ഡേ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളാണെങ്കിലും ഇതുവരെ മമ്മീൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നോ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. ഇത്തവണ ഡാഡീൻ്റെ ബർത്ത്ഡേയിൽ ഡാഡി ഇങ്ങനെ പറഞ്ഞപ്പോൾ മുന്നേ ഞങ്ങൾ ഡാഡീൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തവണയും ഞങ്ങൾ മമ്മീൻ്റെ ബർത്ത്ഡേ മറന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും മൈൻഡ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു,
എല്ലാ തവണയും ഞങ്ങൾ ഡാഡീൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. എന്താ നമ്മൾ മമ്മീൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാത്തത്? ഞങ്ങൾക്ക് മമ്മീൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താലോ ഇത്തവണ? അങ്ങനെ പെട്ടെന്ന് വന്നൊരു സെലിബ്രേഷൻ മൈൻഡാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കുട്ടി ഡേ പ്ലാൻ ചെയ്തു. അത് മമ്മിക്കും ഭയങ്കര മെമ്മറബിൾ ഡേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞ് സെൻറ്റി അടിക്കുന്നില്ല. അപ്പം മമ്മീൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഡാഡീൻ്റെ ബർത്ത്ഡേക്ക് കുറച്ചധികം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഐറ്റംസൊക്കെ വളരെ കുറവാണ്. ഒരു ബിരിയാണിയുണ്ട്, പിന്നെന്താ പറയുക, കേക്കും ഉണ്ട്. അതിലങ്ങ് ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വീട്ടുകാർ മാത്രമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഷോക്കേസിലിരിക്കുന്ന പ്ലേറ്റിനാണെങ്കിലും ബൗളിനാണെങ്കിലും ഇന്നും റെസ്റ്റ്. എന്തിനാ ചുമ്മാ അവർക്കൊക്കെ ഒരു പണിയാക്കുന്നത്? അവരിന്നും റെസ്റ്റ് എടുക്കട്ടെ, അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു റോള്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. അതൊക്കെ ഞങ്ങളുടെ അതിഥികൾക്കുള്ള പ്ലേറ്റ്സ് ആണ് എന്നാണല്ലോ ഒരിത്. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളിയായി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചപ്പോഴേക്ക് എല്ലാവർക്കും ഉറക്കം വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും യാത്ര പറയാനായിട്ട് തുടങ്ങിയിട്ടാ. അങ്ങനെ ആലു തന്നെ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓന് രാവിലെ എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമല്ലോ, ആൾക്കാരെ കാണിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രഹസനങ്ങൾ കാണിച്ചു. നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച്. കേക്കും അടിപൊളിയായിരുന്നു. പൈനാപ്പിളിൻ്റെ കേക്ക് മമ്മിക്ക് ഇഷ്ടമായിനാ? മമ്മിക്ക് ഷുഗറാ, പക്ഷെ മമ്മി നല്ലപോലെ കേക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഈ സമയം ഇപ്പം തന്നെ 12 മണി ആവാനായിട്ടുണ്ട്. അത് പേടിച്ചിട്ട് നല്ലോണം കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. പിന്നെ എൻ്റെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് കേക്ക് വൈറ്റ് വരുന്നുണ്ട്. മമ്മി കുറെ കഴിച്ചത് അതുകൊണ്ട് മമ്മിക്ക് കൊടുത്തിട്ടില്ല. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. പൈനാപ്പിളിൻ്റെ സൂപ്പർ കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗിഫ്റ്റെല്ലാം പിന്നെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് വ്ളോഗിൽ അതൊന്നും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ വന്നപ്പോഴേ ഗിഫ്റ്റൊക്കെ കൈമാറി. അതിലുള്ള ഒരു സാരിയാണ് മമ്മി ഇട്ടിട്ടുള്ളത്. പിന്നെ വേറെയും കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ എന്താ പറയുക, ഓൾറെഡി കൊടുത്ത സാധനം വീണ്ടും ഒരു ഷോപ്പിന് വേണ്ടി ഡാഡീൻ്റെ ബർത്ത്ഡേ പോലെ ആക്കണ്ടെന്ന് കരുതിയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഡാഡീൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കാണാത്തവരെന്തായാലും മുന്നിലത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ മമ്മീൻ്റെ ഈ ഇത്രയും ഏജിൽ മമ്മീൻ്റെ ഒരു ബർത്ത്ഡേ പോലും മമ്മി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ മമ്മീൻ്റെ ഈ ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ മമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മമ്മി സന്തോഷമായിട്ടില്ല? ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എല്ലാം ഒന്നും നമുക്ക് ഇതിലേക്ക് കിട്ടിയിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയായിരുന്നു. നമുക്ക് അടുത്ത വർഷവും സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ? മമ്മിക്ക് ഉറക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മി പോയിട്ട് ഉറങ്ങിക്കോട്ടെ, ലേറ്റായി. അപ്പോൾ ഉറങ്ങേണ്ട പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഡാഡിയെല്ലാം നേരത്തെ. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വ്ളോഗുമായി വരുന്നവരേക്കും ബൈ.